ദേ ആനവിഴുങ്ങിക്കോര പറയുന്നുണ്ട് കേട്ടാ. ഇന്ന് കച്ചവടത്തിന് കാശ് തന്നപ്പം 7 പലിശ വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ 5 കൊടുക്കത്തുള്ളൂ. നീ പലിശയും മുതലും കൊടുത്തില്ലേലും കോരയൊന്നും മിണ്ടാൻ പോണില്ലല്ല. നിന്റെ ചിരിയും കൊഴച്ചിലും കണ്ടാൽ ഏതവനാണ് കാശ് ചോദിക്കാൻ തോന്നുന്നത്? നല്ല പ്രായത്തിൽ ഈ കടാപ്പുറത്ത് കിടന്ന് ചേച്ചി നന്നായിട്ടൊന്ന് വില ചെയ്താണല്ല. ഇന്നെന്ത് പറ്റി? പെൺപടകളെല്ലാം നല്ല ഉത്സാഹത്തിലാണല്ല. മീനെല്ലാം നേരത്തെ വിറ്റ് തീർന്ന. എന്തായാലും ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് കുറച്ച് നടപ്പ് ലാഭം കിട്ടി. കാശട്. അപ്പോഴേ പാമ്പാടക്കാർത്തിയായനി 250, പലിശയും ചേർത്ത് 267, മുൻപാക്കി 115, ഒക്കെ കൂടി 382 രൂപ 50 പൈസ. കാശിങ്ങാത്തട്. കോരച്ചേട്ടാ, ചാകര കയറിയെന്ന് വെച്ച് വിചാരിച്ച വിലയൊന്നും മീനിന് കിട്ടിയില്ല കേട്ടാ. ഐസിന് കാശ് കളയണ്ടാന്ന് കരുതി നേരത്തെ വിറ്റ് തീർത്തതാണ്. അല്ലേടി അന്നാമേ, അല്ലാണ്ട് പിന്നെ. ആ വേല കയ്യിലിരിക്കട്ടെ. ചാകര വരുമ്പോഴാണ് ഈ കോരയ്ക്കും ചാകര. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് കണ്ണുമടച്ച് വെള്ളത്തിലാട്ട് വലിച്ചെറിയണത്. അതിന്റെ പലിശ എനിക്ക് കൃത്യമായിട്ടും കിട്ടണം കേട്ടാ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടാ. കോരച്ചേട്ടനെന്ന് ഞങ്ങളെ കാണുള്ളൂ. എന്റെ കോരച്ചേട്ടനല്ലേ. ഞങ്ങൾ 5 വെച്ചേ പലിശ തരുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒക്കണത്? ഒക്കോ? എന്നാ 5 വെച്ച് തന്നാ മതി. പക്ഷേ ഇതിന്റെ നന്ദി വേണം കേട്ടാ. എടിമ്പേര്, കച്ചവടം കഴിഞ്ഞാൽ നേരത്തെ കാലത്തെ കുടുംബത്തെത്തണമെന്നുള്ള വിചാരമില്ലേടി നിനക്ക്? ഈ വക സമ്പർക്കൊന്നും നമ്മക്ക് വേണ്ട കേട്ടാ. ഞാൻ എന്റെ മെമ്പർ നോത്തിയെ കച്ചവടത്തിന് അയക്കണത് കണ്ണീ കണ്ട വരുത്തന്മാർക്ക് ചൊല്ലാൻ വേണ്ടിട്ടല്ല. അത്രയ്ക്ക് വലിയ അഭിമാനിയാണെങ്കിൽ നിനക്ക് കടലിൽ പോകാൻ പാടില്ല ലാസറേ. എന്തിനാണ് മെമ്പർ നോത്തിനെ പണിക്ക് പറഞ്ഞയക്കണത്? അമ്മടെ ഹിന്ദി അതെങ്ങനെയാണ്? ഇവിടെ വിശ്വസിച്ച് ഞാൻ കടലാട്ട് പോയാലുണ്ടല്ല, ചെമ്മീൻ സിനിമയിലെ പളനിയുടെ മാതിരി എന്നെ സ്രാവ് കൊണ്ടുപോകില്ലേ? രണ്ടും കെട്ട വർത്താനം പറയരുതേട്ടാ. മീനും കൊണ്ട് കരക്കാരുടെ വീട് കയറി ഇറങ്ങി 3 നേരം തിന്നാൻ കൊടുക്കണം പോരാ, പിന്നൊരു നേരത്തഞ്ഞളിയല്. നീ ചൂടാകാതെ കരളെ, ഒരു 20 രൂപ ഇങ്ങാട് താടി. കള്ളുകുടിക്കാൻ പൊറുതിമുട്ടിയിട്ടായിരിക്കും വെപ്രാളപ്പെട്ട് ഇങ്ങാടോടി വന്നത്. ഈ 10 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊന്നും മണത്താൻ പോലും ഇല്ലല്ലാടി. ഉള്ളത് കൊണ്ട് മണത്താ മതി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണല്ല കർത്താവ് ഈശോമിച്ച പറഞ്ഞിട്ടുള്ളത്. കോരേ, നീ നമ്മക്കിട്ട് കോരരുത് കേട്ടാ. പോരായിരിക്കും. ദേ മൂക്കുമുട്ട കുടിച്ച് വെളിവില്ലാണ്ട് വന്നാലുണ്ടല്ല, ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇവൻ വരത്തനാണ് കേട്ടാ. അകത്തിയെന്ന പമ്പരം പോലെ കറക്കും. എത്ര മൂസായാലും കള്ളിന്റെ രുചി മാറിയ മർക്കോസിന് അറിയായേ. ഇവിടത്തെ കള്ള് തീർന്നു കാണും. ചാകര വീണ പിന്നെ കള്ളവിടെ തികയാനാണോ മാർക്കോസേ? എന്തായാലും കൊള്ളാം. ഒരു 3-4 കൂടി പറ. എനിക്കിനി വേണ്ട കേട്ടാ, ഇപ്പൊ തന്നെ കുറെ കൂടുതലാണ്. അങ്ങനെ നീ മാത്രം ഇപ്പൊ നല്ലവുള്ള വേണ്ട. എന്റെ കപ്പാസിറ്റി ഉമ്മക്ക് അറിയാല്ല. കള്ളുകൂടിയിൽ ആരും ആരെയും ബലാത്കാരം ചെയ്യാൻ പാടില്ല കേട്ടാ. മകനെ കൃഷ്ണൻകുട്ടി, നിനക്ക് വേണ്ടെങ്കിൽ ആ വീഞ്ഞ് ഈ ലാസറിയേട്ട കഴിച്ചോളാം. അയ്യടെ ലാപ്പി, അങ്ങനെ ഇപ്പൊ മൂഞ്ചന്റെ കേട്ടാ. ഇപ്പൊ 2 ഉപയോഗിച്ചൊന്നില്ല, അത്രയും കയറ്റിയാ മതി. അമ്മട കിണ്ടി, ഇവൻ എന്റെ സ്വന്തമാണ്. വേണ്ടി വന്നാൽ ഇനി ഇവൻ എനിക്ക് മേടിച്ചു തരും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു സുനാഫിക്കേഷൻ. ആ സുനാഫിക്കേഷൻ നമ്മക്കറിയായേ. ലാസറിയാട്ടം വെളിവില്ലാണ്ടാവേണ്ടത് അവന്റെ ഒരു ആവശ്യമാണല്ല. അത് നമ്മക്കിട്ടൊന്ന് സുൻത്തിയതാണല്ല. ഞാൻ കുടിച്ച് വെളിവില്ലാണ്ടാകുമ്പോ എന്നെ പെരയെ കൊണ്ടൊന്നാക്കണത് കൊണ്ടാണല്ല നിങ്ങളൊക്കെ ഇങ്ങനെ പറയണത്. അവനൊരു രസത്തിന് പറഞ്ഞതല്ലേ ലാസറിയാട്ട. രസം പറയണതിന്റെ രസഗുളി എന്താണെന്ന് നമ്മക്കറിയാ കേട്ടാ. ഞാൻ 2ാം കെട്ടുകാരനാണ്, സമ്മതിച്ച്. എന്റെ ഭാര്യ മേരി കാണാൻ കൊള്ളാവുന്നവളുമാണ്, അതും സമ്മതിച്ച്. എന്ന് വെച്ച് കണ്ണീ കണ്ടവരുടെ കൂടെ ഇറങ്ങി പോകുന്നുള്ള പേടിയൊന്നും എനിക്കില്ല കേട്ടാ. അത് വേണ്ട. കഴിച്ച ഞാനിപ്പൊ കഴിച്ചേ ഉള്ളു. കടലൊക്കെ കൂട്ടാൻ പറ്റട്ടതിൽ എത്ര മടല് കടിച്ചടി കൂടലേ. നിന്റെ അപ്പന്റെ അങ്ങാടിയിൽ എത്ര അനമതിച്ചടി പടലേ. ഈ നാട്ടിൽ ചെങ്കോൽ ധരിച്ചവരാരടാ ഉലകിൽ മാറി ആ കൂട്ടാനും ചേർത്തടാ. ഇതെന്താണ് കൊടുത്തിട്ടാ? ലേറ്റ് ആയി പോയല്ലോ. കള്ളു തീർന്നു കാണും. അത് കളാ. എന്റെ പതിവ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടാ. അല്ലടാ മാർക്കോസേ, ഇന്ന് ബോട്ടുകാരും നിങ്ങളും തമ്മിൽ പുറംകടലിൽ വെച്ച് ഏതാണ്ട് കശപിശ ഉണ്ടായെന്ന് കേട്ടല്ല, നേരാണ്? നിങ്ങൾ എന്താണ് പറയണത്? 22 മാർ ഉള്ളിലോട്ട് പോയി വലയിറക്കാനേ അവനൊക്കെ അവകാശമുള്ളു. എന്നിട്ട് ഇപ്പൊ കരയിലോട്ട് വന്ന്
അവന്റെ ഒക്കെ അമ്മയുടെ മുമ്പിൽ നിന്നാണ് മീൻ പിടിക്കണത്. നാളെ ഏതെങ്കിലും ബോട്ട് നമ്മുടെ അതിർത്തി കടന്നാലുണ്ടല്ലേ പിന്നെ പുളുത്തും ബോട്ടുകാരോട് കളിക്കാൻ ചെന്നാ അവര് കളി പഠിപ്പിച്ചേ വിടുള്ളൂ കേട്ടാ. കൊളുത്തൂന്നറിയാവുന്നത് കൊണ്ട് നമ്മൾ ഒരുങ്ങി തന്നെയാണ് പോണത് കേട്ടാ. കാണാനെന്തിരിക്കണ്, വഞ്ചിക്കാട് കളിച്ചാലുണ്ടല്ലോ അവന്മാരുടെ കയ്യും കാലും നുറുക്കി വിടും. ഞാൻ പറഞ്ഞേ ഉള്ളു, അറിയാത്ത പിള്ളച്ചറിയുമ്പോ. ആകാശത്തിരിക്കുന്ന ഞങ്ങളുടെ ബാവായേ, നിന്റെ തിരുനാമശുദ്ധമാപ്പെടണം, നിന്റെ രാജഭരണം നിന്റെ ആകാശത്തിലെ പോലെ ഭൂമിലാകണം. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ആ ചാള പറ്റിച്ചത് പൂച്ച തട്ടിട്ടെന്നാണ് തോന്നണത്. ഒന്ന് ചെന്ന് നോക്കിയേടി സാറേ. നന്മനോരമേനും സൃഷ്ടികർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ട. എടി കൊച്ചുരേസിയെ, മാർക്കോസിന് ഇതുവരെ കണ്ടിട്ടില്ലാടി. എന്റെ കർത്താവേ, അവനിത് എവിടെ പോയി കിടക്കാണ്? മാനസമൈനെ വരൂ, ഹൈ, മധുരം നുള്ളിത്തരൂ, അമ്മിതേ ചേട്ടൻ വരുന്നുണ്ട്. തേടൂ. നല്ല പൂച്ചലാണെന്നാണ് തോന്നണത്. നിങ്ങാട് വരട്ടെ. അവന്റെ ഒരു മാനസമൈന. കടലിലെ മോഹവും കരയിലെ ഓളവും അടങ്ങുകില്ലോ മേനെ, അടങ്ങുകില്ല. എല്ലാം അടക്കി തരാവളാ. ഇങ്ങാടിരി. കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇറങ്ങിപ്പോയവനല്ലടാ നീ. ഈ വീടിനെ കുറിച്ച് വല്ല ചിന്തയോ വിചാരവും നിനക്കുണ്ടോടാ? വീടിനെ കുറിച്ചുള്ള കാര്യം വിട്. അമ്മേനെ കുറിച്ച് ആലോചിച്ചോണ്ടല്ലേ ഈ മോനിത്ര വൈകിയേ. സന്ധിക്കിത്തിരി കള്ളുപോന്തില്ലേ ഈ അമ്മക്ക് ഉറങ്ങണല്ല നീ മകൻ അറിയായേ. കിരണം കെട്ട നേരത്തെ ഷാപ്പിൽ ചെന്ന് അവിടെ എവിടെയാണ് കള്ളിരിക്കണത്. പിന്നെ പരമുച്ചോന്റെ വീട്ടിൽ പോയി കുത്തിയിരുന്നിട്ടാണ് ഈ കള്ളൊപ്പിച്ചെടുത്തത്. ഈ ലോകത്ത് അമ്മക്ക് വേണ്ടി ഇതുപോലെ കട്ടപ്പറഞ്ഞ ഒരു മകനെ കാണുക കാണുകയല്ല. ഇന്നാ കള്ള്. എടി സുന്ദരിക്കോളകളെ, ഇങ്ങാട് വാടി. സുഖിയനും പഴം പറയാണ്. തിന്നോ. എടാ മാർക്കോസേ, നമ്മുടെ കൊച്ചുരേശായ കഴിഞ്ഞ ചാകരിക്ക് നീ കെട്ടിച്ചുവിടുന്ന് പറഞ്ഞതാണല്ല. എന്നിട്ട് എന്തായി? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. നമ്മക്കൂട് തുണിക്ക് മറുതുണില്ലാത്ത സമയത്താണ് എന്റെ തന്ത ഈ കിലോനെ മേലോട്ട് കെട്ടിയെടുത്തത്. ഞാൻ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി, വല മേടിച്ച്, പഞ്ച് മേടിച്ച്. ഇനി അർച്ചന പുണ്യവാസം കഴിഞ്ഞ അടുത്ത ചാകര കഴിയുമ്പോ എന്റെ കൊച്ചു ദേശിയാന് താരാന് ഒറ്റ പന്തൽ വെച്ച് ഞാൻ കെട്ടിച്ചു വിടും. ആ, മാർക്കോസിന് വിദ്യാഭ്യാസം ഇല്ലാലും എന്റെ അളിയന്മാര് പാന്റും കോട്ടും ഇട്ട് ഇംഗ്ലീഷ് എഴുതുന്നവരായിരിക്കണം. ഈ കളപ്പുറത്തുള്ള ഒറ്റ എടുത്തിന് എന്റെ പങ്കന്മാരെ കൊടുക്കുകയാണ്. ബാക്കി വർത്താനൊക്കെ ചോറ് എന്നിട്ട് മതി. ചേട്ടൻ മോറ് കഴിയിട്ട് വാ. വരാല്ല അമ്മോ, കള്ളു മുഴുവൻ മുണുങ്ങരുത് കേട്ടാ. ഒരു ഗ്ലാസ് ഈ മകന് വെച്ചേക്കണേ. എന്റെ പൊന്നുമ കൂടുതൽ വലസണ്ട. വയറ്റി കിടക്കണത് മതി. വെളുപ്പിനെ എണീക്കാനുള്ളതാ. ചുവാറ് നിന്ന് കിടക്കാൻ നോക്ക്. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഈ നിലയ്ക്ക് പോയ കുടുംബം എവിടെ ചെന്നെത്തും?